ഹലോ യൂട്യൂബ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഇട്ടത് ബോറിങ്ങിൻ്റെ അങ്ങേ അറ്റമായിരുന്നു. പക്ഷേ ഇത് സെറ്റായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മീറ്റ് തുടങ്ങി നമ്മുടെ ആദ്യത്തെ പണിയെന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്. ഡെയിലി അത് തന്നെയാണ് പരിപാടി. വിസ്കസ് ആണ് നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് ഫുഡ് കൊടുക്കാം. അവിടെ ഒന്നൊരുത്തൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുഡിന് വേണ്ടി. വെയിറ്റിംഗ് ആണ് രാവിലെ. എന്തിനാ? അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ നമുക്കിനി താഴെ പോയി ചായ കുടിക്കാം. അപ്പോൾ എന്നേക്കാളും മുമ്പേ ഓടി എത്തിയിട്ടുണ്ട് എപ്പോഴത്തേം പോലെ. എന്താ നമുക്കിനി പോയി ചായ കുടിക്കാം. നമ്മൾ ചായ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താലേ സാധനം കിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം ബാക്കി പരിപാടിയൊക്കെ. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് റീലും ടി വി ഒക്കെ കണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഫുഡ് എത്തും. എന്നിട്ട് നമുക്കത് കഴിക്കാം. നമ്മൾ ടി വിയിൽ യൂട്യൂബിൽ നല്ല ചാനലും എടുത്തിട്ട് നല്ല വ്ളോഗോ ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന പരിപാടി. നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, അവരെയൊക്കെ പറ്റി, എന്തുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു, എന്തുകൊണ്ട് നമ്മൾ കാണുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി, എല്ലാം ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. ഇടിയപ്പവും മുട്ടക്കറിയാണ് നമുക്കിന്ന് രാവിലെ കഴിക്കാനുള്ളത്. എന്തായാലും ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാം. അപ്പോഴേക്കും ഇന്ന് കുറേ പരിപാടികളുണ്ട്. കുറേ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. നാളെ നമ്മളുടെ ആത്മാക്കളുടെ ദിവസമാണ്. സാധാരണ എല്ലാവരും ഹാലോവീൻ എന്ന് പറയും. ഇവിടെ വലിയ പരിപാടിയാണ്. മറ്റേ ഇവരെ പോലെ ഇതൊക്കെ വെച്ചിട്ട് കോസ്പ്ലേ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം അതിൻ്റെ കുറേ പരിപാടികൾ ഇന്നുണ്ട്. അപ്പം അതുകൊണ്ട് കഴിച്ച് ഫുള്ള് റെഡി ആയിട്ടൊക്കെ ഇരിക്കണം. എന്നാലേ ഓരോന്നിനും ഓടാൻ പറ്റും. എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനുവേണ്ടി ഫുള്ളായിട്ട് വീഡിയോ കാണുക. സമയമായി. എനിക്ക് വേണ്ടി ഒരുത്തം വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. നീ അങ്ങോട്ട് പോകണം എൻ്റെ അടുത്തോട്ട്. നീ അത് കഴിഞ്ഞിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഹാലോവീൻ്റെ പരിപാടി, ആത്മാക്കളുടെ ദിവസമാണ്. അപ്പം അവിടെ പോവുക, കുറച്ച് ക്ലീൻ ആക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ അതിനു മുമ്പേ നല്ല വെയിലാണ്, അതുകൊണ്ട് സൺസ്ക്രീൻ ഇടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടണം, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞാൻ ഇതൊക്കെ ഇട്ട് ഫുൾ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് പൂ മേടിക്കാനാണ്. അതൊക്കെ കുഴിയൊക്കെ അലങ്കരിക്കാൻ പൂ മേടിക്കണം. നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ചാലയിലോട്ടാണ്. വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്തെന്ന് പറയുമ്പോൾ ഒരു 9 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ റോഡ്, ഇത് ഓൾസിൻസ് റോഡാണ്. ഇത് എത്ര നാൾ കാണുമെന്നറിയത്തില്ല. കുറേ വീഡിയോയൊക്കെ വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് മാറ്റുമെന്നൊക്കെ. നമ്മളങ്ങനെ ചാലക്കകത്തോട്ട് കയറുകയാണ്. കയറിപ്പോയപ്പോൾ തന്നെ നമ്മൾ സ്ഥിരം പൂ മേടിക്കുന്ന സ്പോട്ടിൽ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. എന്നേക്കാളും മുമ്പേ അവരവിടെ എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പൂവങ്ങ് മേടിക്കാം. റേറ്റൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് കുറച്ച് കൂടുതലാണ്. കാരണം ഇതിൻ്റെ തലേ ദിവസമായിരുന്നു നമ്മുടെ കേരള പിറവി അങ്ങനെ ഒക്കെ വന്നത്. അപ്പോൾ നമുക്കുള്ള പൂവൊക്കെ നമ്മൾ നമുക്ക് മേടിച്ച സ്ഥിതിക്ക് നേരെ തിരിച്ചു പോവാം. നമ്മളിവിടെ നിന്ന് ജമന്തിയും പിന്നെ വേറെ കുറച്ച് പൂവൊക്കെയാണ്, ബട്ടർ റോസ് ഇതൊക്കെയാണ് മേടിച്ചത്. എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. സമയമായി. ഇപ്പോൾ അവിടെ പോയിട്ട് വേറെ കുറേ പണിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോകാനുള്ള പ്ലാനിൽ നിൽക്കുന്നത്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടികളെല്ലാം തുടങ്ങാം. നമ്മൾ നേരെ വീട്ടിലോട്ടല്ല പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവൻ പറയാണ് നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ടോ കഴിച്ചിട്ടൊക്കെ പോവാം. നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ. എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ വീട്ടിൽ പോകില്ല. അപ്പം നമ്മളിവിടെ വന്ന് സാധാരണ എപ്പോഴത്തേയും പോലെ സ്ഥിരം വരുന്ന കടയാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ കയറുന്നത്. ഇവിടെ നിന്ന് കരിക്കിൻ ഷേക്കൊക്കെയാണ് കൂടുതൽ കുടിക്കാറ്. നമ്മളെന്നും അത് തന്നെ, കരിക്കൻ ബൂസ്റ്റ് ഞാൻ കുടിച്ചു. അവൻ സാധാ ബൂസ്റ്റാണ്, ബൂസ്റ്റ് ഷേക്കാണ് കുടിച്ചത്. ഇവിടെ ആദ്യത്തല്ലേ വരുന്നത്. നമ്മൾ സ്ഥിരം വരുന്ന എവിടെയാണ് വെച്ചാൽ കരിക്കിൻ ഷേക്ക് കുടിക്കാൻ വരുന്ന എവിടെ, സാധാ വീട്ടിലോട്ട് നമ്മുടെ ഈ ഗുഹാരിയുടെ അടുത്തുള്ള കട്ടക്കുളങ്ങര ഗുഹാരിയുടെ അടുത്തുള്ള കടയാണ്.
അപ്പോൾ ഇനി പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ഈ പൂ കൊണ്ട് വെച്ചിട്ടുള്ളതാണ് ബാക്കി പരിപാടി. പൂ കൊണ്ട് വെച്ചിട്ടേ നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പൂ കൊടുത്ത് ഇനി അവർ അതെടുത്ത് സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ പൂവൊക്കെ ഇറുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലും നമുക്ക് പെട്ടെന്ന് ആ ഒരു പൂ കൊണ്ട് ആ ഒരു ടൈമിന് തന്നെ അത് ഇടാൻ പറ്റുള്ളൂ. പൂ ഇട്ട് സെറ്റ് ചെയ്യാം. ആ പൂ ഇട്ടിട്ടുള്ള പരിപാടി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമുക്കിനി ആദ്യം ഇത് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഴിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. കുഴി സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കും. ആദ്യം ഈ മണ്ണൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് നമുക്ക് ആദ്യം ചെയ്തത് സെറ്റ് ചെയ്യാം. അപ്പം ആ സെറ്റിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ പോകാം. വീട്ടിൽ പോയി അടുത്ത പൂവൊക്കെ എടുത്തുകൊണ്ട് വരണം. അവർ റെഡിയാക്കി വെച്ച ആ പൂവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരണം. അപ്പം തിരിച്ച് വീട്ടിൽ എത്തി. വീട്ടിൽ ഇനി ഫുഡ് കഴിക്കണം. വൈകുന്നേരം 3 മണി 4 മണി ആവാറായി. ഇനിയാണ് ഫുഡ് കഴിക്കേണ്ടത്. ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പോയി നമ്മൾ റെഡിയാക്കി കുഴിയിലൊക്കെ പൂവിടണം. ഇനി അടുത്ത പരിപാടിയുണ്ട്. വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് അടുത്ത ഫുഡിൻ്റെ കൂടെ ചോക്ലേറ്റ്. ഇത് എനിക്കില്ല. ഡെസേർട്ട് ചോക്ലേറ്റ് എങ്ങനെ ഇരിക്കും. അപ്പോൾ വൈകുന്നേരം ആയ സ്ഥിതിക്ക് നമുക്ക് ചായയൊക്കെ കുടിക്കാം. ചായ കുടിക്കും. ഇതിലൂടെ മിച്ചറുണ്ട് കഴിക്കാൻ. അപ്പോൾ ആ മിച്ചർ എടുത്ത് കഴിക്കണം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ പൂവിടാൻ വേണ്ടി പോകാൻ വേണ്ടി. അപ്പം അടുത്ത പൂവിടാൻ പോകണം. ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പം നമ്മളിവിടെ തിരിച്ചെത്തി. പൂവിടാണ്. ഇതാണ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തതിൻ്റെ ഒരു വ്യൂ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു നല്ലൊരു മോഡലിൽ പൂവൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇത് രണ്ടും പൂവിട്ടത് അവളാണ്. അപ്പം ഞാൻ പൂവിട്ടത് വേറൊരു പരിപാടി, വേറൊരു സാധനം. നമ്മൾ നേരത്തെ 2 കൂട്ടുകാരെ കണ്ടില്ലേ, അവരുടെ ഫാമിലിയിലുള്ള ഒരു ഇതിലാണ് ഞാൻ പൂവിട്ടത്. ഇത് ഇവള് അമ്മാമ്മയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തതാണിത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലെസ്സിങ്ങും അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം വെയിറ്റ് ചെയ്തിരുന്ന് എല്ലാവരും കാണുക. അപ്പോൾ പൂജ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഉടനെ തന്നെ അത് തുടങ്ങും. അപ്പം അതിൻ്റെ പരിപാടി എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ പോയിട്ട് വന്നു. ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇനി നല്ല ക്ഷീണമായിരുന്നു. അതാണ് പിന്നെ വന്നപ്പോൾ ഒന്നും വീഡിയോ എടുക്കാത്ത അത്രയ്ക്ക് പണിയുണ്ടായിരുന്നതാണ്. പണിയെന്ന് പറഞ്ഞാൽ കടുത്തു വരും. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടെറസിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വരാമെന്നുള്ള പ്ലാനാണ്. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ടെറസിലെത്തി. ലൈറ്റ് ഇട്ടില്ല. അവർ വന്നിരുന്നു. ഞാൻ വൈകുന്നേരം ലൈറ്റ് ഇട്ടിട്ടായിരിക്കും വന്നത്. ഉള്ളിലെ തണുപ്പാണ് ഇവിടെ. അതിനിടയ്ക്ക് പൂച്ച വന്ന് ഇവിടെ ഓടിക്കളിക്കുന്നതിൻ്റെ സൗണ്ടാണ് അതിപ്പോൾ കേട്ടത്. എന്തായാലും ഇവിടെ കുറച്ച് ഇരുന്ന് റെസ്റ്റ് എടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ നിന്നാൽ പൊടിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിലോട്ട് നിങ്ങൾ ഈ ഫോണിലോട്ട് നിങ്ങൾ നോക്കണം. എല്ലാവരും 3 കണ്ടല്ലോ. അതാണ് 3 ആരും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ആ ഫോട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.